നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ പരസ്പരം കണ്ടുമുട്ടുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും സ്വർഗത്തിലെ പിതാവ് നൽകിയ ഈ അവസരത്തിനായി നമുക്ക് നന്ദി പറയാം. ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ശുശ്രൂഷയിൽ തൃശൂർ അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായ ആൻഡ്രൂസ് താഴ്ത്തു പിതാവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഒരു വലിയ ദൈവ അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും വഴി നടത്തുകയായിരുന്നു. 68-ാം സങ്കീർത്തനം 8-ാം തിരുവചനത്തിൽ സങ്കീർത്തകൻ പരിശുദ്ധാത്മ നിറവിൽ ഏറ്റുപറയുകയാണ്, ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു. എവിടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നുവോ അവിടെയെല്ലാം കുലുക്കങ്ങൾ ഉണ്ടാകുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം കുടുംബങ്ങളെ ഈ സമയം സ്വർഗത്തിലെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, പ്രതികൂലങ്ങൾ അനുകൂലങ്ങളാക്കുന്ന നമ്മുടെ കർത്താവിനെ സന്തോഷത്തോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ പ്രവർത്തിക്കണമേ, അഭിഷേകം ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം അത്ഭുത അടയാളമായി അഭിഷേക ശക്തിയാൽ ഈ സമയം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ചേർന്ന് സന്തോഷത്തോടെ കർത്താവിന്റെ തിരുനാമത്തെ പാടി സ്തുതിക്കേ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ ചേർന്ന് പാടാം. അസാധ്യമൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. അബോധ്യത്തോടെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, അതരം തുറന്ന് യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ. അബോധ്യത്തോടെ ഏറ്റുപറഞ്ഞ് ഈ സമയം സൗഖ്യം വെളിപ്പെടുകയാ, അഭിഷേകം വെളിപ്പെടുകയാ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ ശക്തിയോടെ കരമടിച്ച് ദൈവത്താൽ അസാധ്യമായൊന്നുമില്ലല്ലോ, ആമേൻ. യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ. പരസ്പരം ഒന്ന് നോക്കി ഏറ്റുപറഞ്ഞ് പാടി യേശുവിന്റെ സന്തോഷത്തോടെ സൗഖ്യമുണ്ടല്ലോ, ആമേൻ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശു നാമത്തിന്റെ ശക്തി മനസ്സിലാക്കി ഇരു കരങ്ങളും ഉയർത്തി നമ്മളായിരിക്കുന്ന തലങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇരു കരങ്ങളും ഉയർത്തി ഇന്നും ജീവിക്കുന്ന കർത്താവിന്റെ അത്ഭുത നാമത്തെ സ്തുതിച്ചു മാറ്റപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, ഈ സമയം നിന്റെ അത്ഭുത പ്രവർത്തികൾ നിന്റെ ജനത്തിന്റെ മേൽ അങ്ങ് വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ പിതാവേ, അഭിഷേക കരങ്ങൾ നീട്ടി ഓരോ മക്കളെയും അഭിഷേകം ചെയ്യണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് വേദനകളാൽ ഭാരപ്പെട്ടിരിക്കുന്ന, ഹൃദയം അസ്വസ്ഥമായിരിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലേക്കും പൊന്നു പിതാവേ അനുഗ്രഹത്തിന്റെ കരങ്ങൾ നീട്ടി അവർ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർച്ചയിലായിരിക്കുന്ന അനേകം കുടുംബങ്ങളെ കർത്താവെ കാണുന്നു. ആ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, നിന്റെ അഭിഷേകം പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരാശപ്പെട്ട് വേദനിച്ച് ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നി വളരെ കഷ്ടതയിൽ ജീവിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥിക്കുന്നു. പിതാവേ, കരം വെക്കണമേ, വിശുദ്ധീകരിക്കണമേ, സൗഖ്യമാക്കണമേ. ഈ മക്കളെ സ്തുതിച്ചു പ്രാർത്ഥിക്കേ. യേശു നൽകുന്ന ഈ അഭിഷേകം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും പൊന്നു പിതാവേ സ്നേഹത്തിന്റെ കൃപയുടെ കരങ്ങൾ നീട്ടി അവരുടെ ആവശ്യങ്ങളുടെ മേൽ അനുഗ്രഹം പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, മുഖങ്ങൾ ഒടിയട്ടെ, ഭാരങ്ങൾ മാറട്ടെ, സാത്താൻ അടിസ്ഥാനങ്ങൾ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗം പകരുന്ന ഈ അഭിഷേകം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഓ പരിശുദ്ധാത്മാവേ, വെളിപ്പെടുക. സ്നേഹമായി, കൃപയാൽ, സൗഖ്യമായി, ശക്തിയാൽ, അനുഗ്രഹമായി വെളിപ്പെടുക. റിലീസ്. ഓരോ ജീവിതങ്ങളിലേക്കും, ഓരോ കുടുംബങ്ങളിലേക്കും, ഓരോ സമൂഹത്തിലേക്കും ഈ ആത്മീയ ശുശ്രൂഷയിൽ വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേൽ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരിക, ഇറങ്ങി വരിക, ഇറങ്ങി വരിക. അഭിഷേകം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിതാവേ നന്ദി, പിതാവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, വിശുദ്ധ ഔസേ പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഈ ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടിയും വലിയ ദാഹത്തോടെ ഈ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവ പ്രവൃത്തിയെ കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായൊരു മനുഷ്യനെ യേശു കണ്ടു. ഈ സമയത്ത് ശിഷ്യന്മാര് യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെ പാപം മൂലമാണോ, ഇവന്റെ മാതാപിതാക്കളുടെ പാപം മൂലമാണോ? ഈ ചോദ്യത്തിന് മറുപടിയായി ശിഷ്യന്മാരെ നോക്കി യേശു പറയുകയാണ്, 3-ാം തിരുവചനത്തിൽ യേശു മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാപം നിമിത്തമല്ല ഇവൻ അന്ധനായി ജനിച്ചത്. പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തി ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി ഈ അന്ധനായ മനുഷ്യനിൽ പ്രകടമാകേണ്ടതിനാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഈ ശുശ്രൂഷകളിൽ നമ്മൾ വിശ്വാസത്തോടു കൂടി പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തകർച്ചകളിൽ, പരാജയങ്ങളിൽ, നമ്മൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളിൽ, വിട്ടുമാറാത്ത രോഗപീഠകളിൽ, നമ്മുടെ സാമ്പത്തികമായ പരാജയങ്ങളിൽ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. എവിടെ ശുശ്രൂഷയ്ക്ക് പോയാലും, അത് ഏത് രാജ്യമായിക്കൊള്ളട്ടെ, എവിടെയായിക്കൊള്ളട്ടെ, അനേകരെ കടന്നു വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സഹോദര, ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബങ്ങളിലൊക്കെ വെളിപ്പെടുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവപ്രവൃത്തി. ഇത് തന്നെയാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്. അവിടെ ഹൃദയത്തിലുണ്ടായിരുന്ന മുൻവിധിയെ, തെറ്റായ ബോധ്യത്തെ കർത്താവ് പിഴുതു കളഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവത്തിന്റെ പ്രവൃത്തി ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് ഇവൻ അന്ധനായി മാറിയിരിക്കുന്നത്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമതായി, ദൈവത്തിലും ദൈവവചനത്തിലും പരിപൂർണമായും വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ലാസറിന്റെ സഹോദരിയായ മർത്തായെ നോക്കിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞു, മർത്ത, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. ലാസറിനെ ഉയർപ്പിക്കുവാനായി ഈശോ പ്രാർത്ഥിക്കുകയാ. ഈശോയുടെ പ്രാർത്ഥന കേട്ട് ഈശോയുടെ ആ പ്രവൃത്തിയുടെ മുൻപിൽ അവിശ്വാസത്തോടുകൂടി, സംശയത്തോടുകൂടി മർത്ത പറയുകയാണ്, കർത്താവേ, എന്റെ സഹോദരൻ ലാസർ മരിച്ചിട്ടിപ്പോൾ 4 ദിവസം കഴിഞ്ഞു. അവന്റെ ശരീരം ചീഞ്ഞു നാറുന്നുണ്ടായിരിക്കില്ലേ, ദുർഗന്ധമായിരിക്കില്ലേ എന്ന് പറഞ്ഞ്
കർത്താവിന്റെ പ്രവൃത്തികളെ അവൾ അവിശ്വസിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഈശോ മർത്തയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മർത്ത, നീ വിശ്വസിക്കുക, ദൈവത്തിന്റെ മഹത്വം ദർശിക്കാൻ കഴിയും. ദൈവ പ്രവൃത്തി നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമതായി ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും പരിപൂർണമായും നമ്മൾ വിശ്വസിക്കുവാനായിട്ട് തയ്യാറാകണം. മാർക്കോസിന് സുവിശേഷം 5-ാം അധ്യായം 36-ാം തിരുവചനത്തിൽ അവിടെ തന്റെ പ്രിയപ്പെട്ട മകള് മരിച്ചുപോയ ഒരു വ്യക്തിയെ നമുക്ക് കാണാം. സിനഗോഗ് അധികാരിയായ ജായറോസ്. അവന്റെ ഹൃദയം ഒരുപാട് വേദനിച്ചു, ഒരുപാട് അസ്വസ്ഥമായി. എന്നാൽ ആ സിനഗോഗ് അധികാരിയായ ജായറോസ് നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട ജായറോസേ, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. ഈ ഒരു മെസ്സേജ് ഇന്ന് അനേകരോട് യേശു വിളിച്ചു പറയുകയാണ്. വളരെയധികം ഭാരത്തോടുകൂടി, അസ്വസ്ഥതയോടുകൂടി, കുടുംബത്തിൽ സംഭവിച്ചു പോയ തകർച്ചകളെ പ്രതി, സാമ്പത്തികമായി ഉണ്ടായ പരാജയങ്ങളെ പ്രതി, വിട്ടുമാറാത്ത രോഗപീഠകളെ പ്രതി, ഒരുപാട് മാനസികമായി അസ്വസ്ഥപ്പെടുന്ന അനേകം ജീവിതങ്ങളോട് ഈ വചനം ഈശോ പറയുകയാണ്, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നമ്മുടെ ഷെക്കേന ഈ ആത്മീയ കൂട്ടായ്മയോട് ചേർന്ന് ദൈവരാജ്യ ശുശ്രൂഷയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റോയ് ചേട്ടൻ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം ഇപ്പോൾ ഇംഗ്ലണ്ടിലാണ്. അവിടെ ദൈവരാജ്യ ശുശ്രൂഷയിൽ ഇംഗ്ലണ്ടിൽ അദ്ദേഹം വളരെ ഉണർവോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് നാളുകൾക്ക് മുൻപ് അദ്ദേഹത്തിന് വലിയൊരു ക്ഷീണവും തളർച്ചയൊക്കെ അനുഭവപ്പെട്ടു. പല ഡോക്ടേഴ്സിനും പോയി കണ്ടു. പക്ഷെ പലർക്കും രോഗം കൃത്യമായി കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. ക്ഷീണം കൂടി കൂടി വന്നു. പെട്ടെന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചു. പല വിധത്തിലുള്ള ടെസ്റ്റുകൾ നടത്തി. ആ ടെസ്റ്റിൽ ഒടുവിൽ മനസ്സിലായി അദ്ദേഹത്തിന്, റോയ് ചേട്ടന് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന ഒരു അസുഖമാണ്. നമുക്ക് പലർക്കും അറിയാം ഈ അസുഖത്തിന്റെ പ്രത്യേകത. പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേകമായിട്ട് അറിയാനായിട്ട് പറ്റും. ഈ രോഗാണു രക്തത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് രക്തത്തിൽ നിന്ന് പോവാന്ന് പറഞ്ഞാൽ വളരെ അസാധ്യമാണ്, ഇമ്പോസിബിൾ ആയ ഒരു കാര്യമാണ്. ഇതുപോലെ അദ്ദേഹം ഒരുപാട് ക്ഷീണിതനായി. എന്നാൽ റോയ് ചേട്ടൻ പൂർണ്ണമായും ദൈവത്തിന്റെ വചനത്തിൽ അങ്ങ് വിശ്വസിച്ചു. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഇന്നും ശക്തനാണ്. ഞാൻ വിശ്വസിക്കുന്ന എന്റെ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് അദ്ദേഹം പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അങ്ങനെ 5 ദിവസത്തെ താമസിച്ചിട്ടുള്ള നമ്മുടെ ഒരു ആത്മീയ ശുശ്രൂഷയിൽ റോയ് ചേട്ടൻ പങ്കെടുക്കുവാനായിട്ട് വന്നു. ധ്യാനത്തിന്റെ 2ാമത്തെ ദിവസം ആരാധന ശുശ്രൂഷ സമയത്ത് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ആ ആരാധന സമയത്ത് ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി, സൗഖ്യമാക്കുന്ന അഭിഷേകമായി ആ സഹോദരനിൽ വെളിപ്പെടുവാനായിട്ട് തുടങ്ങി. ക്ഷീണവും തളർച്ചയൊക്കെ കുറയുവാൻ തുടങ്ങി. ധ്യാനത്തിന്റെ 5ാമത്തെ ദിവസം ഞങ്ങൾ ടീമാംഗങ്ങൾ മുഴുവൻ ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അദ്ദേഹത്തെ സൗഖ്യമാക്കി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പ്രാർത്ഥന ശുശ്രൂഷയും ധ്യാനമൊക്കെ കഴിഞ്ഞു. അദ്ദേഹം പ്രകാരം പറഞ്ഞു, വലിയ ഒരു സൗഖ്യ അനുഭവം എനിക്കുണ്ടായി, എന്തെന്നില്ലാത്ത ഒരു സുഖം എനിക്ക് തോന്നുന്നു, ശക്തി എനിക്ക് തോന്നുന്നു, വലിയൊരു ഉന്മേഷം എനിക്ക് ലഭിച്ചതായി അനുഭവപ്പെടുന്നു. അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി അനേകരുടെ മുമ്പിൽ വെച്ച്. അന്ന് തന്നെ ധ്യാനം കഴിഞ്ഞ് പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു ലാബിൽ കയറി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ആ ബ്ലഡ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന ആ അസുഖം കാണുന്നില്ല. അങ്ങനെ തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിൽ ഡോക്ടർ ജോഷിയാണ് അദ്ദേഹത്തെ ചികിത്സിച്ചിരുന്നത്. അദ്ദേഹത്തിന് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ബോംബെയിലുള്ള ഒരു വലിയ മെഡിക്കൽ ലാബിലേക്ക് ഈ ബ്ലഡ് ടെസ്റ്റ് അയച്ചു. നാളുകൾക്ക് ശേഷം, ദിവസങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് വന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ, അത്ഭുതകരമായി അദ്ദേഹത്തിന്റെ ബ്ലഡിൽ നിന്ന് ആ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന ആ രോഗാണുക്കളെ പൂർണ്ണമായും കർത്താവ് എടുത്തു കളഞ്ഞ് അത്ഭുത സൗഖ്യം നൽകി അദ്ദേഹത്തെ ഈശോ അനുഗ്രഹിച്ചു. ഇന്ന് വളരെ കരുത്തോടെ, വളരെ ഉണർവോടെ ഇംഗ്ലണ്ടിൽ ദൈവരാജ്യത്തിന് വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം അധ്വാനിച്ചുകൊണ്ടിരിക്കുക. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇതുപോലെയുള്ള നൂറുകണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ടായിരിക്കും. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും വെളിപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിലും അവന്റെ വചനത്തിലും പൂർണ്ണമായും
വിശ്വസിക്കുവാനായി നമ്മൾ തയ്യാറാവുക. രണ്ടാമത്, പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം, അവിടെ 30-ാം തിരുവചനത്തിൽ ആദിമ സഭയിലെ വിശ്വാസികള് അവർ ഒന്നു ചേർന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർ പ്രകാരം പ്രാർത്ഥിച്ചു: പരിശുദ്ധനായ പിതാവേ, അവിടുത്തെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗശാന്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കേണ്ടതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. 31-ാം വചനത്തിൽ നമ്മൾ കാണുന്നു, അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. ഹല്ലേലൂയ! അവരുടെ കൂട്ടായ്മയിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ദൈവ സാന്നിധ്യമായി കർത്താവ് ഇറങ്ങി വന്ന് തന്റെ അത്ഭുതകരമായ പ്രവൃത്തി തന്റെ പ്രിയപ്പെട്ടവരുടെ ആ സമൂഹത്തിൽ അവൻ വെളിപ്പെടുത്തുകയാണ്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 25-26 തിരുവചനങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ കാണുവാൻ പറ്റും. പൗലോസും സീലാസും ആ കാരാഗ്രഹത്തിൽ അർദ്ധരാത്രിയിൽ അവർ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുക, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടായത്? പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി. പെട്ടെന്ന് ഒരു ഭൂകമ്പമുണ്ടായി. ഇതാ ദൈവത്തിന്റെ പ്രവൃത്തി ആ ഫിലിപ്പി കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലേക്ക് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ! പ്രിയ ദൈവത്തിന്റെ പൈതലേ, നീ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ ഭാരം എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ തകർച്ച എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ പരാജയം എന്തുമായിക്കൊള്ളട്ടെ, നീ നേരിടുന്ന പ്രശ്നങ്ങളും വേദനകളും എന്തുമായിക്കൊള്ളട്ടെ, ആ തലങ്ങളിലേക്ക് ദൈവത്തിനെ കടന്നു വന്ന് തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ തക്കവിധം മതിയായൊരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? അവർ സ്വരമുയർത്തി ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ! കുറച്ച് നാളുകൾക്ക് മുൻപ് ഷാലോം ടിവിയുടെ ചെയർമാനായ ബെന്നി സാർ എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും ശുശ്രൂഷ ജീവിതത്തിലും എന്നെ ഒരുപാട് സ്വാധീനിച്ച ദൈവ ശുശ്രൂഷകനാണ് ബെന്നി സാർ. അദ്ദേഹവുമായി അല്പനേരം പങ്കുവയ്ക്കുവാനൊക്കെ കർത്താവ് ഇടവരുത്തി. ഈ സമയത്ത് ബെന്നി സാറ് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഷാലോമിന്റെ ആരംഭ നാളുകളിൽ ഉണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുകയുണ്ടായി. അത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു അനുഭവം അനേകം ആയിരങ്ങളിലേക്ക് അഭിഷേകമായി പകരുവാൻ കർത്താവിന് കഴിയുമെന്ന്. അദ്ദേഹം ഇപ്രകാരം പറയുകയായിരുന്നു: വളരെ വർഷങ്ങൾക്ക് മുൻപ് ഷാലോമിന്റെ ആരംഭ നാളുകളിൽ ഏതാനും ചില ശുശ്രൂഷകരെ ഒരുമിച്ച് കൂടി അവർ പ്രാർത്ഥിച്ചു. ഒരു മണ്ട TV, ഒരു 14 ഇഞ്ചിന്റെ ഒരു നമ്മൾ നാടൻ ഭാഷയിലൊക്കെ ഒരു പാട്ട TV എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു മണ്ട ടിവിയുടെ മേൽ കൈകൾ വെച്ച് അവർ പ്രാർത്ഥിച്ചു: കർത്താവേ, ടെലിവിഷനിലൂടെ അരമണിക്കൂർ നേരമെങ്കിലും ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ, അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. അവര് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് അവര് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, പ്രവർത്തിക്കണമേ, പ്രവൃത്തി വെളിപ്പെടുത്തണമേ, അഭിഷേകം വെളിപ്പെടുത്തണമേ. അവര് നാളുകൾ പ്രാർത്ഥിച്ചു. നാളുകൾ കഴിഞ്ഞപ്പോൾ ടെലിവിഷനിലൂടെ അരമണിക്കൂർ ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് കൃപ കൊടുത്തു. വീണ്ടും അവർ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ പ്രിയ ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്വന്തമായി ഒരു ടെലിവിഷൻ ചാനൽ നൽകി കർത്താവ് ഷാലോമിനെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ! നമുക്കറിയാം, ഇന്ന് ഷാലോം കേരള സഭയ്ക്ക് മാത്രമല്ല, ഭാരത സഭയ്ക്ക് മാത്രമല്ല, ആഗോള സഭയ്ക്ക് തന്നെ അനുഗ്രഹമായി സ്വർഗത്തിലെ പിതാവ് അത്യധികമായിട്ട് ഉയർത്തി. എന്തൊക്കെയെന്നുള്ളത് ഷാലോം മാഗസിൻ, സൺഡേ ഷാലോം ചാനല് എന്തോരം ശുശ്രൂഷ കർത്താവ് ഏൽപ്പിച്ചു. ഇനി എന്തോരം ശുശ്രൂഷകൾ ഏൽപ്പിക്കാൻ പോകുന്നു. അവർ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. സഹോദര, നിന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണോ? നീ പ്രാർത്ഥിക്കാൻ ആരംഭിക്കേ. സഹോദരി, നിന്റെ കുടുംബത്തിൽ, നിന്റെ വേദനകളിൽ, നീ നേരിടുന്ന പ്രതിസന്ധികളിൽ, ദുഃഖ ദുരിതങ്ങളിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടണോ? വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കേ. എവിടെയെല്ലാം ദൈവമക്കൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ചുവോ അവിടെയെല്ലാം അതിശക്തമായ വിധത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലും ഇത് ചെയ്യുവാൻ കർത്താവ് മതിയായവനാണ്. ഈ വചനത്തിലൂടെ വെളിപ്പെട്ട അഭിഷേകം,
നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കുക. കർത്താവിന്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം, ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞാനും നിങ്ങളും നേരിടുന്ന പല വിഷയങ്ങളും, ചിലപ്പോൾ രോഗമാകാം, തകർച്ചയാകാം, ദുഃഖങ്ങളാകാം, ദുരിതങ്ങളാകാം, എന്തുമായിക്കൊള്ളട്ടെ, ആ പ്രതിസന്ധികളെ നോക്കി കർത്താവ് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. പ്രിയ മകനെ, മകളെ, ഇത് നിന്റെ നാശത്തിനല്ല, ഇത് നിന്റെ തകർച്ചയ്ക്കല്ല, ഇത് നിന്റെ അവസാനത്തിനല്ല. എന്റെ പ്രവൃത്തികൾ നിന്നിലൂടെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനാണ് ഞാനിത് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരും അസ്വസ്ഥരാകണ്ട, ആരും ഭയപ്പെടണ്ട, ആരും ആകുലപ്പെടണ്ട. ജീവിക്കുന്ന കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അവന്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ട്, അവന്റെ സാന്നിധ്യത്തെയും അവൻ പകരുന്ന പ്രവൃത്തികളെയും ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിനുവേണ്ടി ആഗ്രഹിക്കാം. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തെയും കുടുംബങ്ങളെയും നിങ്ങളുടെ സമൂഹത്തെയും സമസ്ത മണ്ഡലങ്ങളെയും അനുഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ വചനത്തിനോട് വെളിപ്പെടുത്തിയ ദൈവ സാന്നിധ്യം സ്വന്തമാക്കിക്കൊണ്ട് തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ ഏറെ ഒരുക്കത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആരാധനയുടെ നിമിഷം, ഹൃദയങ്ങളൊന്നാകും നിമിഷം, യേശുനാഥനെഴുന്നള്ളും നിമിഷം, എന്നുള്ളം തലോടുന്ന നിമിഷം, ഈ നിമിഷം. ആരാധനയുടെ നിമിഷം, ഹൃദയങ്ങളൊന്നാകും നിമിഷം, യേശുനാഥനെഴുന്നള്ളും നിമിഷം. പരമപരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാനായി ഞങ്ങളിതാ ഈ ആരാധന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. യേശുവേ, അവിടുത്തെ അത്ഭുത കൃപയാൽ ഞങ്ങൾ ഓരോരുത്തരെയും ഈ സമയം നിറയ്ക്കണമേ. ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിച്ചു ദൈവ പ്രവൃത്തിയെക്കുറിച്ച്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, ജീവിത പങ്കാളിയിൽ, നമ്മുടെ പരാജയങ്ങളിൽ, പഠനങ്ങളിൽ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തി വെളിപ്പെടുവാൻ നമ്മളെല്ലാവരും ഏറെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവരാണ്. ഈ സമയം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ഇടപെടാനായിട്ട് പോവുകയാണ്. വലിയ വിശ്വാസത്തോടെ ഈശോയുടെ തിരുമുൻപിലേക്ക് ഇരുകരങ്ങളെ യാചനാപൂർവ്വം നീട്ടിപ്പിടിക്കുക. ഇതാ നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവ് കടന്നു പോവുകയാണ്. അഭിഷേകമായി, സൗഖ്യമായി, അനുഗ്രഹമായി കർത്താവിന്റെ സാന്നിധ്യം ഇതാ വെളിപ്പെടുകയാണ്. സ്തുതിച്ചു പ്രാർത്ഥിക്കും മക്കളെ. ഇതാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം ആയിരങ്ങളെ ഈ ആരാധന ശുശ്രൂഷയിൽ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. വിശ്വസിക്കുന്നവരിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ, കരം നീട്ടണമേ. പാപത്തിന്റെ, രോഗത്തിന്റെ, ശാപബന്ധനത്തിന്റെ കെട്ടുകളെ ഛിന്ന ഭിന്നമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കും മക്കളെ. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ യേശുവിനെ വിളിക്കേ. യേശുവേ, 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 പ്രവർത്തിക്കണമേ. അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ ദൈവവചനത്തെ സ്ഥിരീകരിക്കണമേ. വരിക പരിശുദ്ധാത്മാവേ, അഭിഷേകമായി വരിക, സൗഖ്യമായി വരിക. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകരെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഇതാ രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. വേദനിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന അനേക ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ സൗഖ്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം ഈ സമയം ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. അന്ധകാര മണ്ഡലങ്ങളെ ഭേദിക്കുന്ന അഭിഷേകമായി, കൃപയാൽ കർത്താവേ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ അവിടുന്ന് വെളിപ്പെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെയും നിന്റെയും പ്രാർത്ഥനകൾക്ക് വലിയ അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിക്കോ.